ആയിരുന്നില്ല, മറിച്ച് ഒരു വർഷത്തോളം നീണ്ട അതിസൂക്ഷ്മമായ ആസൂത്രണമായിരുന്നു ഇതിനു പിന്നിൽ. തങ്ങളുടെ സെല്ലുകളുടെ പിന്നിലുള്ള വെന്റിലേഷൻ ഷാഫ്റ്റുകളിലേക്ക് പ്രവേശനം നേടുക എന്നതായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. സാധാരണ സ്പൂണുകളും കത്തികളും നാണയങ്ങളും ഉപയോഗിച്ച് അവർ ചുമരുകൾ പതിയെ തുരന്നു. ശബ്ദം പുറത്തറിയാതിരിക്കാൻ ജയിലിൽ മുഴങ്ങിക്കേട്ടിരുന്ന സംഗീതവും മറ്റ് ശബ്ദങ്ങളും അവർ തങ്ങൾക്ക് മറയാക്കി. തുരന്നുണ്ടാക്കിയ മണ്ണും കല്ലുകളും ജയിലിന്റെ ടോയ്ലറ്റിൽ ഒഴുക്കിവിടുകയോ തടവറയിലെ കിടക്കക്കടിയിൽ ഒളിപ്പിക്കുകയോ ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കാവൽക്കാരെ കബളിപ്പിക്കാൻ അവർ കണ്ടെത്തിയ വഴിയായിരുന്നു. തങ്ങളുടെ കിടക്കയിൽ തലയിണകൾ വെച്ച് അതിനു മുകളിൽ പ്ലാസ്റ്റിക് കവറുകളും തങ്ങളുടെ സ്വന്തം മുടി പോലും ഉപയോഗിച്ച് അവർ മനുഷ്യന്റെ തലയുടെ രൂപത്തിലുള്ള വ്യാജ തലകൾ ഉണ്ടാക്കി വെച്ചു. രാത്രിയിൽ കാവൽക്കാർ ടോർച്ചടിച്ചു നോക്കുമ്പോൾ തടവുകാർ സമാധാനമായി ഉറങ്ങുകയാണെന്ന് അവർ വിശ്വസിച്ചു. 1962 ജൂൺ 11 രാത്രി അപ്രതീക്ഷിതമായി അൽക്കാട്രാസിൽ വൈദ്യുതി തടസ്സം നേരിട്ടത് അവർക്കൊരു അനുഗ്രഹമായി. 3 പേരും